വല്ലപ്പോഴും ഒരിക്കൽ ദൈവവചനം പറയുന്നതും എല്ലാ പ്രഭാതത്തിലും ദൈവവചനം പറയുന്നതിലും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസമെന്നറിയാമോ? ചില സമയത്ത് നാം പറയാൻ പ്രിപ്പയറായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആലോചന ദൈവം എടുത്ത് തകിടം മറിക്കും. യെസ്, ദൈവാത്മാവ് തൻ്റെ ഹിതത്തിനനുസരിച്ചുള്ളതായ സന്ദേശമായിരിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സന്ദേശമായിരിക്കാം അന്ന് വിളമ്പുവാൻ നിർബന്ധിക്കുന്നത്. നമുക്ക് തന്നെ അതിശയമായി പോകും. ഈ അനുഭവമുള്ളവർക്കെല്ലാം ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇന്ന് സംഭവിച്ചത്. ഞാൻ പറയാൻ വന്ന കാര്യമല്ല, പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനം എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി ദൈവം ഈ വചനം എന്നോട് സംസാരിക്കുവാൻ നിർബന്ധിക്കുന്നു എന്നെനിക്കറിയില്ല. ഇന്ന് നവംബർ ആദ്യ ദിവസങ്ങളാണ്. ഈ പുതിയ മാസത്തിൽ ഒരു പുതിയ സന്ദേശത്തോടു കൂടി പ്രഭാതം ആരംഭിക്കണം എന്നൊക്കെ വളരെ ആഗ്രഹിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് വചനമൊക്കെ എടുത്ത് ധ്യാനിച്ചു വരികയിൽ പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് വചനത്തെ തകിടം മറിച്ച് കളഞ്ഞു. സെഫന്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് പ്രകാശിപ്പിച്ച് കാണിച്ചു. എന്താണെന്നറിയാമോ? അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീനെന്ന് യഹോവയുടെ അരുളപ്പാട്. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ കൊണ്ടുപോയി 15-ാം വാക്യം കാണിച്ചു. എന്താണ്? യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ചില വ്യക്തികൾക്ക് വേണ്ടി ആരോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന ചില ഹൃദയ പരമാർത്ഥികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സന്ദേശം. നിന്റെ ന്യായവിധികളെ യഹോവ മാറ്റി നിന്റെ ശത്രുക്കളെ നീക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യഹോവ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ഒരു ദിവസം വരെയും അവനായി കാത്തിരിക്കുക. ആരോടാണ് പറയുന്നത്? ഒരു പ്രത്യേക ജനത്തോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സെഫന്യാവിൽ കൂടെ സംസാരിക്കുന്നത്. ആരാണ് ഈ ജനമെന്നറിയാമോ? ദാരിദ്ര്യവും താഴ്മയും ഉള്ളതായ ഒരു കൂട്ടം ജനം. കാരണം എന്താണ്? ദരിദ്രർക്ക് വേണ്ടി സാക്ഷി പറയാൻ ആരാണ് വരുന്നത്? ഒരു കോടതി വളപ്പിലോ ഒരു പോലീസ് സ്റ്റേഷനോ ഒരു സംഘത്തിലോ ഒരു സഭയിലോ അല്ലെങ്കിൽ 4 പേര് കൂടുന്നതായ ഒരു സമൂഹത്തിലൊക്കെ ഒരു ദരിദ്രന് വേണ്ടി ആരാണ് സാക്ഷി പറയുന്നത്? ഒരു ദരിദ്രൻ പ്രത്യേകമായ ഒരു ശിക്ഷ നിയമത്തിന് അനുസരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിരപരാധിയായ ഒരു മനുഷ്യൻ പിടിക്കപ്പെട്ടാൽ അവന് വേണ്ടി ആർ സാക്ഷി നിൽക്കും? ദരിദ്രനാണ്, താഴ്മയുള്ളവനാണ്, താഴ്ചയുള്ളവനാണ്. അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആർക്കാണ് ഇത്ര തലവേദന? സമൂഹത്തിലും സംഘത്തിലും അവനാരുമില്ല, നിയമകോടതിയിൽ അവനാരുമില്ല, അവനെ സ്നേഹിക്കുന്നവരാരുമില്ല, അവനെ സപ്പോർട്ട് ചെയ്യുന്നവരാരുമില്ല. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ സർവശക്തൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നിലവിളിക്കുന്ന നിലവിളി സർവശക്തൻ കേട്ടുകൊണ്ട് ചില വ്യക്തി ജീവിതങ്ങളെ വിടിവിപ്പാൻ ദൈവം നേരിട്ട് ഇറങ്ങി വരും എന്ന ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുക. നമുക്ക് അതിശയം തോന്നിപ്പോവും ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന വിധത്തെക്കുറിച്ച്. നോക്കൂ, ഈ വചനത്തെ കർത്താവ് ശക്തമായി നമ്മുടെ മുൻപിൽ പ്രസ്താവിപ്പാൻ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം ഞാൻ സാക്ഷിയായി നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് ദൈവം അരുളി ചെയ്യുക. ദരിദ്രർക്ക് വേണ്ടി സാക്ഷി പറയാൻ ആരുമില്ല എന്നോർത്ത് ഒരുപക്ഷെങ്കിൽ ഉല്ലസിതന്മാർ അല്ലെങ്കിൽ ഗർവികൾ, അഹങ്കാരികൾ ഈ ഭൂമിയിൽ ധാരാളം സന്തോഷം പങ്കിടുന്നുണ്ടായിരിക്കാം. ഈ ദരിദ്രന്മാർക്ക് വേറൊരു ദോഷവും ഉണ്ട്. എന്താണെന്നറിയാമോ? ദോഷം അവർക്ക് സംഭവിച്ചത് അവർ സംഘത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതിൻ്റെ 18-ാം വാക്യം ലജ്ജാഭാരം വഹിച്ചവളായി നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ചിലരെ സംഘത്തിൽ നിന്ന് പുറത്താക്കി, ദേശത്ത് നിന്ന് പുറത്താക്കി, സഭയിൽ നിന്ന് പുറത്താക്കി, പള്ളിയിൽ നിന്ന് പുറത്താക്കി. ലജ്ജ ഹേതുവായി അവർ ലജ്ജ വഹിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുവാൻ, അവൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുവാൻ, ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുവാൻ, സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുവാൻ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവൻ ക്ലേശിക്കപ്പെട്ട് ഭാരപ്പെട്ട് ലജ്ജ അവനെ മൂടുകയാണ്.
മരിച്ചു കളയണമോ എന്ന് അവൻ പലപ്പോഴും ചിന്തിച്ച് ആരോട് പറയാനാ? ആരാ രക്ഷിക്കുന്നത്? അവൻ താഴ്മയുള്ളവനല്ലേ? അവൻ ദരിദ്രനല്ലേ? അവൻ ആരുണ്ട് പറയാൻ, ഒരു വാക്ക് കൽപ്പിക്കുവാൻ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ കുറിക്കപ്പെടുന്നതായ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന ചിലർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നതായ വിധത്തെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. സംഘത്തെ വിട്ട് ലജ്ജാഭാരം വഹിച്ചവളായ നിന്റെ സംഘത്തെ വിട്ട് ക്ലേശിക്കുന്ന ചിലരെ, ദുഃഖിക്കുന്ന ചിലരെ സംഘത്തിൽ നിന്ന് അവൻ പോയി സഭയിൽ നിന്ന് അങ്ങ് മുടക്കി, പള്ളിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, സമൂഹത്തിൽ നിന്ന് അന്യമാക്കി. അവനോട് സംസർഗമൊന്നും വേണ്ട, അവൻ്റെ ഭവനത്തിൽ ആരും കയറരുത് എന്നൊക്കെ പറഞ്ഞൊരു വിധിയും നടപ്പാക്കി. ഈ ലോകത്തിലെ നിയമം നോക്കുകയാണെങ്കിൽ ചിലരെ വേറെ രീതിയിൽ ക്ലേശിപ്പിച്ചുകൊണ്ട് അവന് വിരോധമായ ചിലരെ ന്യായവിധികൾ പുറപ്പെടുവിച്ചു. അവൻ സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവൻ്റെ പേരിലുള്ളതായ കുറ്റപത്രങ്ങൾ പേജ് കണക്കിനായി കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നു. എവിടെ നോക്കിയാലും കുറ്റപത്രം. ആര് സംസാരിക്കാനാണ്? ആരവർക്ക് വേണ്ടി എഴുന്നേൽക്കും? ആരവരെ സഹായിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കവരെ സഹായിക്കാൻ കഴിയും? മനുഷ്യർക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല. മനുഷ്യർ സഹായിച്ചാൽ ആ സഹായം എങ്ങും എത്തത്തില്ല. അങ്ങനെ മനുഷ്യരുടെ സഹായം എങ്ങും എത്താത്തതെന്ന് ദൈവം കണ്ടുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ തന്നെ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ഒരു ദിവസം വരെയും നിങ്ങൾ കാത്തിരിക്കുക. 8-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ആരും സഹായിക്കാനും നമ്മുടെ നേരിനെക്കുറിച്ച് സംസാരിപ്പാൻ, നിയമപീഠങ്ങളോട് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിനായി നാം വിധിക്കപ്പെടുമ്പോൾ, അങ്ങനെയല്ല, ഈ സാധുവായവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ നമ്മുടെ ഇടയിൽ ആരുമില്ല എങ്കിൽ, ആ ഒരു വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു സന്ദേശവുമായി എഴുന്നേൽക്കുകയാണ്. ഈ സന്ദേശം നിന്റെ ചെവികളിൽ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൈവം നിന്നോട് പറയുന്നു, നിനക്കെതിരായി ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളതായ അല്ലെങ്കിൽ വിധിക്കപ്പെട്ടതായ ന്യായവിധികളെ ഞാൻ തിരിച്ചു കളയുന്നു, മറിച്ചു കളയുന്നു. യെസ്, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. എത്ര വലിയ പ്രവൃത്തിയാ ദൈവം ചെയ്യുന്നതെന്നറിയാമോ? ദരിദ്രർക്ക് വേണ്ടിയും ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയും താഴ്മയുള്ളവർക്ക് വേണ്ടിയും. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ ചില ദുർഘട സമയങ്ങളെയും സാഹചര്യങ്ങളെയും നീ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് നീ അകപ്പെട്ടിട്ടുണ്ട് ഹൃദയം നീറി പുകയുന്നവനാണോ? ദൈവം നിന്നോട് പറയുന്നു, നീ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവസന്നിധിയിൽ താഴുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്ന് ഗർവത്തെ നീക്കി, ഗർവോല്ലസിതന്മാരെ, അങ്ങനെയുള്ളതായ ഉല്ലാസത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഒരു താഴ്മയുള്ള, ദാരിദ്ര്യമുള്ള ഒരു ജനമായി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു ദിവസം നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. മനുഷ്യരാരും എഴുന്നേറ്റില്ലെങ്കിലും, മനുഷ്യരാരും ഒരു വാക്കും നിനക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിലും ഭാരപ്പെടരുത്, ദുഃഖിക്കണ്ട. നീ നിന്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെ സർവശക്തനായ ഒരു ദൈവം ന്യായാധിപതിയായി ന്യായം വിധിക്കുന്നവനായിട്ടല്ല നിന്റെ മുൻപിൽ വരുന്നത്, നിനക്ക് സാക്ഷിയായി ഈ ലോകത്തിലെ ചിലരോട് നിനക്ക് വേണ്ടി സാക്ഷി പറയുവാൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നിന്നെക്കുറിച്ച് ഏറ്റുപറയുവാൻ. ഈ ലോകത്തിന് നിന്നിൽ പ്രസാദമില്ലെങ്കിലും ദൈവം വന്ന് സാക്ഷി പറയുക, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് പിതാവ് സാക്ഷി, പരിശുദ്ധാത്മാവ് സാക്ഷി പറയുന്നത് കേൾക്കൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ലോകം പ്രസാദിക്കുന്നില്ല എന്ന് അറിയാം. ഈ ലോകം ഇനിയും അവനിൽ പ്രസാദിക്കാത്ത ദിവസങ്ങളാണ് മുൻപോട്ട് വരുന്നതെന്നും അറിയാം. പക്ഷെങ്കിൽ അവരുടെ പ്രസാദമില്ലായ്മ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം അഡ്വാൻസായിട്ട് പറയുകയാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
എന്നാൽ ആ പ്രസാദം ഈ ലോകത്തെ വിധിക്കുവാൻ പര്യാപ്തമായ അധികാരം തൻ്റെ പുത്രന് നൽകുന്ന പ്രസാദമായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അന്യായമായ അനേക കുറ്റപത്രങ്ങളെ ഏറ്റുവാങ്ങി കണ്ണുനീരോടെ പലയിടത്തും ലജ്ജാഭാരം വഹിക്കേണ്ട ഗതികേട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം അഭിമുഖീകരിക്കാത്തവർ വളരെ വിരളമാണ്. നീ ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും നീ അറിഞ്ഞിട്ടില്ലാത്ത ചില വിഷയങ്ങൾ ലജ്ജയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കേൾക്കുമ്പോൾ ലജ്ജാഭാരം, നാണക്കേട്. ഈ നാണക്കേട് നിമിത്തം നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ നിന്നും, സഭയിൽ നിന്നും, പള്ളിയിൽ നിന്നും, ആ സംഘത്തിൽ നിന്നെല്ലാം മാറ്റിക്കളഞ്ഞു. ഏകനായിപ്പോയി, തകർന്നു, തരിപ്പണമായി ഓടിപ്പോവുകയാണ്. മനുഷ്യരുടെ മുന്നിൽ കാണുമ്പോൾ നീ മുഖംമൂടി ധരിക്കുകയാണ്. കാരണം ലജ്ജാഭാരം. കർത്താവ് പറയുകയാണ്, അങ്ങനെ ദുഃഖിപ്പിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. പള്ളിക്കാരെ നിന്നെ വിടും, സംഘം നിന്നെ വിടും. സംഘത്തെ വിട്ട് ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. നിന്റെ പേരവിടെ വെട്ടിയിരുന്നാലും നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്ന ഒരു വ്യക്തി നിന്റെ മുൻപിൽ വന്ന് പറയുകയാണ്, നിന്നെ ഞാൻ ചേർത്തുകൊള്ളും. മനുഷ്യർ നിന്നെ തള്ളിക്കളയും, പക്ഷെങ്കിൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. മനുഷ്യർ നിന്നെ ക്ലേശിപ്പിക്കും, എന്നാൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. മനുഷ്യർ നിനക്കെതിരായി കുറ്റപത്രം സമർപ്പിക്കും, എന്നാൽ ഞാൻ നിന്റെ ന്യായവിധികളെ മാറ്റിമറിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു ദിവസം. നിന്നെക്കുറിച്ച് ഇപ്പോൾ അപവാദമാണ് കേൾക്കുന്നത്, മോശമായ കാര്യം. ലജ്ജാഭാരം മൂടി നിൽക്കത്തക്ക രീതിയിൽ ഒരു മനുഷ്യരുടെയും മുമ്പിൽ മാന്യതയോടെ നിൽക്കുവാൻ നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഭർത്താവിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും സാധിക്കാത്ത രീതിയിൽ മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കേണ്ടതായ പല ലജ്ജ ഉളവാക്കുന്നതായ പല കാര്യങ്ങളിലും അന്യായമായി നിന്റെ മേൽ കുറ്റപത്രം നൽകപ്പെട്ട് നീ ദുഃഖിച്ച് നിന്റെ ഹൃദയത്തെ പൊട്ടി നെടുവീർപ്പിടുന്നുണ്ടോ? കർത്താവ് പറയുകയാണ്, ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ പ്രശംസാ വിഷയമാക്കും. മറ്റുള്ളവർ വന്ന് നിന്നെ മാനിക്കുന്നവരായി നിന്നെ മാറ്റും. അടുത്ത കാലങ്ങളിൽ ന്യൂസ് പേപ്പറുകളിൽ കൂടെ അനേക ജീവിതങ്ങൾ അവർ മനസ്സുകൊണ്ട് പോലും ഒരു രീതിയിലും യാതൊരു രീതിയിലും അറിഞ്ഞിട്ടില്ലാത്ത ചില കുറ്റങ്ങൾക്ക് വേണ്ടി നീണ്ട മാസങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പല ജീവിതങ്ങളെയും എനിക്കറിയാം. അങ്ങനെയുള്ളവർ പുറത്തു വന്നവർ കരയുന്നതായ നെടുവീർപ്പെടുന്നതായ ചില ചതിയിൽപ്പെട്ട് അവർ മനസ്സിൽ കൊണ്ടുപോലും ഗ്രഹിക്കാത്ത ചില കാര്യങ്ങളിൽ അവരുടെ മേലിൽ കുറ്റം ചാർത്തപ്പെട്ട് ചതിക്കപ്പെട്ട് ചില കുറ്റങ്ങൾ ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി കുറ്റങ്ങൾ ഏറ്റുവാങ്ങി ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ചില ജീവിതങ്ങൾ പുറത്തു വരുമ്പോൾ നാണം കേടാണ്. എങ്ങനെ മനുഷ്യരുടെ മുൻപിൽ നോക്കും, എങ്ങനെ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കും? പക്ഷെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു, അങ്ങനെ നീ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനമായി, ഒരു വ്യക്തിയായി, ഒരാത്മാവായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ സഹായത്തിനായി നോക്കുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ കർത്താവിൽ കൂടെ സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നിന്നെ മനുഷ്യരുടെ മുൻപിൽ, ശത്രുക്കളുടെ മുൻപിൽ പ്രശംസാ വിഷയമാക്കി മാറ്റുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ ദിവസം മറ്റൊന്നുമല്ല, നിനക്ക് വേണ്ടി സാക്ഷി പറയുവാൻ സർവശക്തനായ ദൈവം, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, കുറവുകളെ ക്ഷമിക്കുന്നവൻ, വീഴ്ചകളെ ക്ഷമിക്കുന്നവൻ, താഴ്ചകളെ ക്ഷമിക്കുന്നവൻ, പോരായ്മകളെ മാറ്റി ദാരിദ്ര്യവും താഴ്മയുള്ളൊരു ജനമായി നിന്നെ മാറ്റിയതിനു ശേഷം നിനക്ക് വേണ്ടി സാക്ഷി പറയുവാൻ എഴുന്നേറ്റ് വരുന്നതായ ഒരു ദിവസം, അതിനുവേണ്ടി കാത്തിരിക്കുക. God bless you.